എന്താണ് ഈ തിരഞ്ഞെടുപ്പിന്റെ പ്രധാന വിഷയം? തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പായതിനാൽ സംസ്ഥാന തലത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകില്ലേ? പഞ്ചായത്ത് ബോർഡുകളിൽ രാഷ്ട്രീയ തീരുമാനമെടുത്ത് വോട്ട് ചെയ്യുന്നവർ എത്ര ശതമാനം ഉണ്ടാകും? കോർപ്പറേഷൻ ഡിവിഷനുകളിൽ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാകുമോ? കൂടുതൽ മുനിസിപ്പാലിറ്റികൾ, വാർഡുകൾ ജയിക്കുന്ന മുന്നണി ഏതായിരിക്കും? തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ സ്ഥാനമുണ്ടോ എന്നൊരു സംശയം സ്വാഭാവികമാണ്. വ്യക്തികളെ നോക്കിയല്ലേ വോട്ട് ചെയ്യുന്നതെന്നൊരു ചോദ്യവും പതിവാണ്. അപ്പോൾ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. പാർലമെന്റിലേക്കാണെങ്കിലും നിയമസഭയിലേക്കാണെങ്കിലും അങ്ങനെയുണ്ട്. ഇത്തവണ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്താൽ ഒരുപക്ഷെ അടുത്ത വട്ടം അത് LDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായേക്കാം. അപ്പോൾ ഇത്തരം വോട്ടുകളെയൊന്നും നമുക്ക് പൂർണ്ണമായും അരാഷ്ട്രീയം എന്ന് വിളിക്കാൻ കഴിയില്ല. അഴിമതിരഹിതമായ പൊതുപ്രവർത്തനം ആഗ്രഹിക്കുന്ന നല്ല രാഷ്ട്രീയ ബോധമുള്ള ആളുകളുണ്ട്. അവർ വ്യക്തികളെ നോക്കി തന്നെയാണ് വോട്ട് ചെയ്യുക. രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്നത് കേഡർ പാർട്ടിക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമാണ്. ഈ തിരഞ്ഞെടുപ്പിൽ മുഖ്യമായ പരിഗണന കിട്ടാൻ പോകുന്ന അനേകം വിഷയങ്ങളുണ്ട്. വോട്ടുകൊള്ള മുതൽ ശബരിമല സ്വർണ്ണക്കൊള്ള വരെ രാഷ്ട്രീയ പാർട്ടികൾ ചർച്ചയ്ക്കായി മുന്നോട്ട് വയ്ക്കും. ശമ്പളം മുതൽ ക്ഷേമ പെൻഷൻ വരെ ഉന്നയിക്കപ്പെടും. നല്ല റോഡുകളും പാലങ്ങളും മുതൽ വഴിവിളക്കുകൾ വരെ വിഷയമാകും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ ആർക്കാണ് മേൽക്കൈ? ഈ തിരഞ്ഞെടുപ്പിൽ നിഴൽ വീണു കിടക്കുന്ന ഒരു വിഷയമുണ്ടാകും. അത് SIR ആണ്. എന്തിനു വേണ്ടിയാണ് ഈ പരിഷ്കാരം എന്ന് 90% ആളുകൾക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു മാസം കൊണ്ട് തീർക്കാനിരിക്കുന്ന ജോലി ഒരാഴ്ച കൊണ്ട് തീർക്കാനുള്ള സമ്മർദ്ദം നടക്കുന്നു എന്നാണ് BLOമാർ പരാതിപ്പെടുന്നത്. കിട്ടിയ ഫോം എങ്ങനെ പൂരിപ്പിക്കണമെന്നോ എന്തൊക്കെ ചെയ്യണമെന്നോ അറിയാതെ ഉന്നത വിദ്യാഭ്യാസമുള്ളവർ പോലും സംശയിക്കുകയാണ്. 2002 SIR പട്ടിക കൈവശം കിട്ടാതെ BLOമാർ പോലും എന്തു ചെയ്യണമെന്നറിയാതെ അമ്പരക്കുകയാണ്. കിട്ടുന്ന ഫോമുകളിൽ തുടർച്ചയില്ല. ഇതിനിടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വാർഡുകൾ മാറി. 12ാം വാർഡിലായിരുന്നവർ 13ാം വാർഡിലാകുന്നു. ബൂത്തിന് കീഴിലുള്ളവരെ നോക്കിയപ്പോൾ മുൻപ് ഒറ്റ വാർഡിലുണ്ടായിരുന്നവർ ഇപ്പോൾ പല വാർഡുകളിലാണ്. അപ്പോൾ ഇങ്ങനെ സമ്പൂർണ്ണ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടയിലാണ് കണ്ണൂരിൽ ഒരു BLO ജീവനൊടുക്കിയത്. ജോലി സമ്മർദ്ദം അത്ര കഠിനമാണെന്ന് BLOമാർ പറയുകയാണ്. അവരെല്ലാവരും ഒരു ദിവസം പണിമുടക്കി. ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തുന്നുണ്ട്. ഇതിനൊപ്പം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയമാണ് വോട്ടുചോരി. ഉയർന്ന രാഷ്ട്രീയ ബോധമുള്ളവർക്കിടയിൽ അതും നല്ല രീതിയിൽ ചർച്ചയാകും. തൃശൂരിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടർമാരുടെ കൂടുമാറ്റങ്ങൾ വലിയ തോതിൽ ചർച്ചയായതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ളവർ തൃശൂരെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയതറിഞ്ഞ് പിന്നീട് അന്തം വിട്ടവരുണ്ട്. കള്ളവോട്ടും ഇരട്ടയോട്ടും ഒക്കെ മുൻപും ഉണ്ടായിരുന്നു. അതിന്റെ ഓർഗനൈസ്ഡ് രൂപമാണ് വോട്ടുചോരി എന്ന ആരോപണത്തിലുള്ളത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ അടിയൊഴുക്കുകളുടെ ഭാഗമാണ്. മേൽത്തട്ടിലൂടെ നീന്തിപ്പോകുന്ന സാധാരണക്കാരെ ബാധിക്കണമെന്നില്ല. അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ വേറെയുണ്ട്. 2 വർഷം മുൻപുള്ള സ്ഥിതിയായിരുന്നുവെങ്കിൽ ഈ ക്ഷേമ പെൻഷൻ വലിയൊരു വിഷയമാകുമായിരുന്നു. നല്ല നിലയിൽ പെൻഷൻ കുടിശ്ശിക സാധാരണക്കാർക്കിടയിൽ ചർച്ചയായിരുന്നു. പെൻഷൻ കിട്ടാത്തതിനാൽ മിക്ക വീടുകളിലും ഒരാളെങ്കിലും വിഷമിച്ചു കഴിയുന്നുണ്ടായിരുന്നു. പെൻഷൻ കിട്ടുന്ന തുക കൂടി ചേർത്ത് വീട്ടിലെ അതത് മാസത്തെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരുണ്ട്. അവർക്ക് അത് വലിയ വിഷമമാകുമായിരുന്നു. ഇപ്പൊ കുടിശ്ശികയില്ല, 400 രൂപയുടെ വർധനവും ഉണ്ട്. അപ്പൊ ക്ഷേമ പെൻഷൻ വർധന ഇടതുമുന്നണി വലിയൊരു തിരഞ്ഞെടുപ്പ് വിഷയമായി ഉയർത്തുന്നുണ്ട്. അതൊരു പ്രചാരണ വിഷയമല്ല എന്ന് അവർ പറയുമെങ്കിലും അതൊരു വിഷയമായി ഉന്നയിക്കുകയാണ്. പെൻഷൻ കൂടുതൽ കിട്ടിയതിനോ കൃത്യമായി കിട്ടിയതിനോ മുൻപ് കൃത്യമായി കിട്ടാത്തതിനോ വോട്ടിലൂടെ പ്രതികരിക്കണോ എന്നത് വോട്ടർമാരുടെ വിവേചന ബുദ്ധിയിൽ തെളിയേണ്ട കാര്യമാണ്. പെൻഷൻ ഏതെങ്കിലും ഒരു സർക്കാരിന്റെ ഔദാര്യമല്ല. ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നതിന് ലഭിക്കേണ്ട അവകാശമാണ്. 2000 രൂപയല്ല, മാസം 5000 രൂപ കിട്ടിയാലും അത് അധികപ്പറ്റാവുകയില്ല. കാരണം ഇപ്പോഴത്തെ പെൻഷൻ ഒരു സിലിണ്ടർ ഗ്യാസിനും കഷ്ടിച്ച് കറണ്ട് ചാർജ് അടയ്ക്കാനും മാത്രമേ തികയൂ. അരി മുതൽ ഉള്ളി വരെയുള്ള ചിലവുകൾ വേറെ കിടപ്പുണ്ട്. അതിനൊക്കെയല്ലേ തൊഴിലെടുക്കേണ്ടത് എന്ന ചോദ്യവും വരും. തൊഴിൽ ആവശ്യത്തിന് കിട്ടുന്നുണ്ടോ എന്നാണ് അപ്പോൾ ഉയരുന്ന മറുചോദ്യം. ഇങ്ങനെയാണ് നാട്ടിന് പുറത്തെ ചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോവുക. ഇതിൽ നിന്ന് ഓരോ വോട്ടറിലും ഉരുത്തിരിഞ്ഞു വരുന്നൊരു നിലപാടുണ്ട്. അതാണ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നത്. പെൻഷനൊന്നും നേരിട്ട് ബാധിക്കില്ല എന്ന് തീർത്തും പറയാൻ കഴിയില്ല എന്നതിന് ഉദാഹരണമാണ് ബീഹാർ. അവിടെ 1.25 കോടി സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തിയ 10,000 രൂപ അത് ബാധിച്ചില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള അതുപോലൊരു വിഷയമാണ്. ഇത് വോട്ടിനെ ഒരു തരത്തിലും നേരിട്ട് സ്വാധീനിക്കില്ല. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾ ആ വിഷയം നിരന്തരം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. അന്വേഷണ സംഘ നടപടികൾ തുടരുന്നതിനാൽ തന്നെ ആ നിലയ്ക്കും ചർച്ചകൾ പോകും.
4 വോട്ടർമാർ കൂടുന്ന കവലകളിലും കടകളിലും വായനശാലകളിലും ഒക്കെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും. അത് ചർച്ചയാക്കാനുള്ള ബോധപൂർവമായ ശ്രമവും ഉണ്ടാകും. അപ്പൊ ഇത്തരം ചർച്ചകളിൽ നിന്നും വോട്ടർമാർ എത്തിച്ചേരുന്ന നിഗമനങ്ങളുണ്ട്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, സ്കൂൾ പാഠ്യപദ്ധതിയുടെ കാര്യത്തിലാവട്ടെ സമീപകാല വിവാദങ്ങളൊക്കെ വിഷയമായി ഉന്നയിക്കപ്പെടും. കേന്ദ്രം തീരുമാനിക്കുന്ന സിലബസിൽ പഠിക്കണോ അതോ സംസ്ഥാനം തീരുമാനിക്കുന്ന സിലബസിൽ പഠിക്കണോ എന്ന വിഷയമാണ് ഉന്നയിക്കപ്പെടുക. CPIയും CPI സംഘർഷമായിട്ടൊന്നുമല്ല ആ വിഷയം മുന്നിലേക്ക് എത്തുക. കേന്ദ്ര സഹായം കിട്ടാൻ എന്തൊക്കെ വേണമെന്നാകും ഉന്നയിക്കപ്പെടുക. വയനാടിന് കേന്ദ്രം എന്തു നൽകി എന്ന ചോദ്യമാണ് ഉയരുക. വിദ്യാഭ്യാസ വകുപ്പിന് കിട്ടേണ്ട പണം എന്തുകൊണ്ട് പിടിച്ചു വച്ചു എന്നാകും ഉന്നയിക്കപ്പെടുക. കേന്ദ്രം കേരളത്തോട് വിവേചനം കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുക. ഇതും വോട്ടർമാരുടെ മുന്നിൽ വിഷയമായി പാർട്ടികൾ ഉയർത്തും. അപ്പോൾ അത്തരം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എങ്ങനെ വിനിമയം ചെയ്യപ്പെടും എന്നതും പ്രശ്നമാണ്. കേന്ദ്രം സഹായിക്കുന്നില്ല എന്നൊക്കെ താഴെത്തട്ടിലേക്ക് ചർച്ചയാക്കുന്നത് കഠിനമായ ജോലിയാണ്. വയനാട് ദുരന്തത്തിലാണെങ്കിലും SSK ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും സാധാരണക്കാരുടെ ചർച്ചകളിൽ അത് വരുമോ എന്നതും തർക്ക വിഷയമാണ്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി ചർച്ചയാകുന്ന വിഷയമാണ് റോഡുകളുടെ സ്ഥിതി. നല്ല വഴികളുള്ള ഇടങ്ങളിൽ അത് വോട്ടർമാരിൽ ഭരണസമിതികൾക്ക് അനുകൂലമായ വികാരമുണ്ടാക്കും. പണം MLA ഫണ്ടിൽ നിന്നോ MP ഫണ്ടിൽ നിന്നോ എവിടെ നിന്നും വേണമെങ്കിലും ആകാം. പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ നേട്ടം വാർഡ് മെമ്പർക്കുള്ളതാണ്. പഞ്ചായത്ത് പ്രസിഡന്റിനും അത് നേട്ടമാകും. നാട്ടിൻപുറങ്ങളിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് തകർന്ന റോഡുകൾ കുറവുണ്ട്. പക്ഷേ ദേശീയപാത വഴി പോകുന്നവർ മുച്ചൂടും പഠിച്ചാകും യാത്ര ചെയ്യുക. ആ വഴി ഏതൊക്കെ സർക്കാരുകൾക്കാണ് ചെന്നുകൊള്ളുക എന്നത് ഒരു നിശ്ചയവുമില്ല. സ്കൂളുകളുടെയും ആശുപത്രികളുടെയും നടത്തിപ്പ് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ചുമതലയിലാണ്. ആശുപത്രികളുടെയും സ്കൂളുകളുടെയും സ്ഥിതി വോട്ടർമാരിൽ നിശ്ചയമായും സ്വാധീനിക്കും. മോശം ആശുപത്രികളുള്ള സ്ഥലങ്ങളിൽ സർക്കാരിനെതിരായ വികാരവും ഉണ്ടാകും. കേന്ദ്ര സംസ്ഥാന പ്രാദേശിക സർക്കാരുകൾ എന്നൊരു ഭേദമില്ലാതെ മിക്കപ്പോഴും വാർഡ് മെമ്പർക്കാകും ഇതിന്റെ ഗുണം കിട്ടുക. ഒരു വാർഡ് മെമ്പർ കൊള്ളാം എന്ന് പറയുന്നതിന് നിർമ്മാണങ്ങളോ വികസനങ്ങളോ ഒന്നും വേണമെന്ന് തന്നെയില്ല. ആ വാർഡിലുണ്ടാകുന്ന ഏത് വിഷയത്തിലും ഇടപെട്ടാൽ മതിയാകും. ഏത് സമയത്തും ആളുകൾക്ക് സമീപിക്കാൻ കഴിയുമെന്നൊരു തോന്നലുണ്ടായാലും മതിയാകും. ഫുൾ A+ കിട്ടുന്ന കുട്ടിയെ വീട്ടിൽ ചെന്ന് അഭിനന്ദിച്ചാൽ തന്നെ ആ വീട് മുഴുവൻ ആ മെമ്പർക്കൊപ്പം നിൽക്കും. അപ്പൊ ഈ തിരഞ്ഞെടുപ്പിൽ ഇതുവരെ ചർച്ച ചെയ്ത വിഷയങ്ങൾ ആകണമെന്നില്ല സംസ്ഥാന വ്യാപകമായി ബാധിക്കുക. പുതിയ വിഷയങ്ങൾ ഇനിയും കടന്നു വരാം. ഒരു കാര്യം ഉറപ്പിക്കാം, സംസ്ഥാന വ്യാപകമായ ഒരു തരംഗം ഇത്തവണയും ഉണ്ടാകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു പൊതു രാഷ്ട്രീയം ബാധകവുമായിരിക്കും. ആ രാഷ്ട്രീയത്തിന്റെ തീവ്രത ഏത് വശത്തേക്കാണ് എന്നതിനനുസരിച്ചായിരിക്കും അന്തിമ വിജയിയുടെ വരവ്. എന്തുകൊണ്ടെന്നാൽ ഈ തിരഞ്ഞെടുപ്പ് 6 മാസത്തിനു ശേഷം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് തന്നെയാണ്. ആ വിജയിയെ നമുക്കിവിടെ കണ്ടെടുക്കാം. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.